ഫ്രണ്ട്സ്, ഈ ഗ്ലോ എന്ന് പറയുന്ന വാക്ക് നമുക്കിന്ന് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ്. അതായത് നമ്മുടെ മേക്കപ്പ്, സ്റ്റൈൽ, ലുക്ക്, ബ്യൂട്ടി ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വാക്കാണ് ഗ്ലോ എന്ന് പറയുന്ന വാക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഗ്ലോ നമുക്ക് നാച്ചുറലായിട്ട് ഉയർത്താൻ കഴിയും. എങ്ങനെയെന്നോ, നമ്മൾ നമുക്ക് വാല്യൂ കൊടുത്തു തുടങ്ങുമ്പോൾ. ഇതെങ്ങനെയാണെന്നല്ലേ, നമ്മൾ നമുക്ക് തന്നെ വാല്യൂ കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മുടെ ബിഹേവിയറിലും നമ്മുടെ മെൻറ്റാലിറ്റിയിലും എന്തെന്നില്ലാത്ത ഒരു മാറ്റം ഉണ്ടാകും. ആ മാറ്റം നമ്മുടെ ശരീരത്തിലും ഫേസിലുമൊക്കെ അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതിലൂടെയാണ് ഈ ഗ്ലോയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുന്നത്. നമ്മൾ നമുക്ക് തന്നെ വാല്യൂ കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മുടെ സംസാരത്തിൽ എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങും. നമ്മുടെ എനർജിയൊക്കെ ഒരു കാമായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് മാറാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ഡിസിഷൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിരിക്കും. നമ്മുടെ ബൗണ്ടറീസ് ഒക്കെ നമുക്ക് സ്ട്രോങ് ആക്കുവാൻ കഴിയും. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ബയോ കെമിക്കലിൻ്റെ ഒരു വലിയൊരു പ്രോസസ്സിങ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് കെമിക്കലുകളുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പം ഹോർമോണുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ടെൻസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലൂടെ പോകുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്ന് പറയുന്ന ടെൻസ്ഡ് ആയിട്ടുള്ള ഹോർമോണുകളാണ്. അത് അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെന്നില്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അല്ലേ, നമ്മളെപ്പോഴും ഡിപ്രസ്ഡ് ആണ്, സ്ട്രെസ്ഡ് ആണ്, ഉറക്കമില്ലാത്ത അവസ്ഥ, ടെൻസ്ഡ് ആണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വിഷാദത്തിനായിട്ടുള്ള ഈ അഡ്രിനാലിൻ അല്ലെങ്കിൽ കോർട്ടിസോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഹോർമോണുകൾ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമുക്ക് തന്നെ വാല്യൂ കൊടുത്തു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുത്തു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ലവ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മെൻറ്റാലിറ്റിയിലും ബിഹേവിയറിലും ആ മാറ്റം പ്രതിഫലിക്കുവാൻ തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സംസാരത്തിലാകട്ടെ, നമ്മുടെ എനർജി സ്റ്റേജിലാകട്ടെ, എല്ലാറ്റിലും എന്തെന്നില്ലാത്തൊരു മാറ്റം വരാൻ തുടങ്ങും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പിനെസ്സിൻ്റെതായിട്ടുള്ള ഹോർമോണുകൾ അങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങും. ഇപ്പോൾ ഹാപ്പി ഹോർമോണുകളായിട്ടുള്ള ഡോപ്പമൈൻ, ഓക്സിറ്റോക്സിൻ, സെറാട്ടോണിൻ ഇതുപോലെയുള്ള ഒരുപാട് നല്ല ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ എന്തായിത്തീരും? വളരെ ഗ്ലോ ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങും. ഫ്രണ്ട്സ്, നിങ്ങൾ മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി സീക്ക് ചെയ്യുന്നവരാണോ? മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നവരാണോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നവരാണോ? മറ്റുള്ളവരുടെ മുമ്പിൽ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്യുന്നവരാണോ? എന്ത് തന്നെയാണെങ്കിലും അത് ഇന്ന് തന്നെ അവസാനിപ്പിക്കുവാൻ ഞാനങ്ങ് പറയുന്നില്ല. എങ്കിലും പതുക്കെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവർ ഈ ചേസ് ചെയ്യുന്നതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അവരുണ്ടെങ്കിലേ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയൂ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്നും, നമുക്ക് ഈ ലോകത്തിൽ ദൈവം ഒരു സ്പേസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള പൂർണ്ണതയോടുകൂടി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അതിനായിട്ട് നമ്മുടെ ലോകം ഇവിടെ അനന്തമായി നമുക്ക് മുൻപിൽ കിടക്കുന്നുണ്ട്. ഒരുപാട് സാധ്യതകൾ, അവസരങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ട് എന്നുള്ള വസ്തുതയൊന്ന് മനസ്സിലാക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. തീർച്ചയായിട്ടും അവിടെ നിന്ന് നമുക്ക് എന്ത് ഉയർത്തുവാൻ കഴിയും? നമ്മുടെ വാല്യൂ നമുക്ക് ഉയർത്തുവാൻ കഴിയും. നമുക്ക് നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുവാൻ കഴിയും. ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു പവർഫുൾ പേഴ്സൺ ആയിട്ട് ഈ ലോകത്തിൽ മാറുന്നത്. അതായത് നാം നമ്മെ തന്നെ അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രസൻസിലാകട്ടെ, നമ്മുടെ എനർജിയിലാകട്ടെ, നമ്മുടെ കോൺഫിഡൻസിലാകട്ടെ എന്തെന്നില്ലാത്തൊരു മാറ്റം, നാച്ചുറൽ ആയിട്ടുള്ളൊരു മാറ്റം നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് സ്വയം അത് അനുഭവിച്ചറിയുവാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഈ സെൽഫ് റെസ്പെക്റ്റ് ഗ്ലോ എന്ന് പറയുന്നത്. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. എന്താണ് നമ്മുടെ മനസ്സിൽ കൂടി ഓരോ നിമിഷവും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്? നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് ഓരോ നിമിഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിന്തകളാണ്. എന്ത് ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ നിരന്തരം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്? അത് മറ്റുള്ളവരോടുള്ള ഓവർ അറ്റാച്ച്മെൻറ്റിൽ നിന്നുള്ള ചിന്തകളാണോ, അല്ലെങ്കിൽ ചേസിങ് ആണോ, അല്ലെങ്കിൽ എന്താ പറയുക, അവരില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു ബെഗ്ഗിങ് എനർജിയിലാണോ നമ്മുടെ മനസ്സ് നിലനിൽക്കുന്നത്? ഇതൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്നൊരു മാറ്റം, ഞാനൊരു പവർഫുൾ പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ അവിടെ നിന്നൊരു മാറ്റത്തിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മുൻപിലുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. ആ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റുക. നമ്മളാണ് നമ്മുടെ ചുറ്റുപാടിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടല്ലേ രണ്ട് വ്യക്തികൾ ഒരേ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒരാൾ ഒരേ സാഹചര്യത്തിൽ തന്നെ പാനിക് ആകുമ്പോൾ മറ്റൊരാൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കുവാനും അതിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കും. അല്ലേ, ഒരേ സാഹചര്യത്തെ രണ്ടുപേരും നേരിടുന്നത് രണ്ട് തരത്തിലാണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ
നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമുക്കൊരു വാല്യൂ കൊടുത്തു തുടങ്ങുക, നമുക്ക് ഒരു റെസ്പെക്റ്റ് കൊടുത്തു തുടങ്ങുക. അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് മാറ്റുവാൻ കഴിയും, നമ്മുടെ ഉള്ളിലെ ചിന്തകളെ മാറ്റുവാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ എനർജിയിലാകട്ടെ, നമ്മുടെ പ്രസൻസിലാകട്ടെ, നമ്മുടെ കോൺഫിഡൻസിലാകട്ടെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അതെവിടെയാണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുന്നത്? നമ്മുടെ ശരീരത്തിലും നമ്മുടെ മുഖത്തുമൊക്കെ ആയിരിക്കും, ഫേസിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെയാണ് ഈ സെൽഫ് റെസ്പെക്ട് ഗ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഇന്നു മുതൽ നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാനും റെസ്പെക്റ്റ് ചെയ്യുവാനും ശ്രമിച്ചു തുടങ്ങുക. തീർച്ചയായും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഹീലിംഗ്, അതുപോലെ തന്നെ അഡിക്ഷൻ, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളോ മറ്റും ഡൗട്ട്സുകളോ ഒക്കെ ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്.